നമ്മുടെ എല്ലാം മനസ്സിൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണ് ഇല്ലേ? നമ്മളെക്കാട്ടി എത്ര ഭാഗ്യവനാണ് മറ്റവൻ എന്ന ഒരു തോന്നൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രപഞ്ചം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഓരോ റോള് ചെയ്യാനാണ്. നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് തിരുത്താൻ പോലും സ്വാതന്ത്ര്യമില്ല. പക്ഷെ നമ്മുടെ റോള് മനോഹരമായിട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട്. ഞാൻ മറ്റൊരാളാകണം എന്നാഗ്രഹിക്കുന്നതിന് ഒരു ചെറിയ കഥയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒരു കല്ലുവെട്ടുകാരനുണ്ടായിരുന്നു. അയാൾ കല്ല് വെട്ടി കല്ലുകൾ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ആയിരുന്നു ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം അയാൾ കല്ല് വെട്ടി തിരിച്ച് മടങ്ങി വീട്ടിലോട്ട് പോകുമ്പോൾ വലിയ ഒരു ധനികൻ്റെ വീട് കാണുന്നു. പെട്ടെന്ന് അയാൾക്ക് ആ ധനികൻ എത്ര ഭാഗ്യവാനാണ്, അയാൾക്ക് പരിചാരകരുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല വസ്ത്രമുണ്ടെന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അയാൾ വീട്ടിലേക്ക് മടങ്ങി. അന്ന് അയാൾ രാത്രി ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ട്, സുന്ദരമായ ഒരു സ്വപ്നം. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുന്നു. കല്ലുവെട്ടുകാരൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഞാനിന്ന് കണ്ട ആ ധനികനെ പോലൊരു ധനികനാവണം. ദൈവം അനുഗ്രഹിച്ചു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അയാൾ വലിയ ഒരു ബംഗ്ലാവിൽ താമസിക്കുന്നു. അയാളുടെ പരിചാരകരുണ്ട്, അയാൾ ഇന്ന് വരെ രുചിച്ചിട്ടില്ലാത്ത കാണാത്ത ഭക്ഷണമുണ്ട്. അയാൾ ഭയങ്കര സംതൃപ്തനായി. നല്ല പൂന്തോട്ടമുണ്ട്. അയാൾ വിചാരിച്ചു, ഞാൻ തന്നെയാണ് എല്ലാവരെക്കാട്ടിയും ഏറ്റവും കൂടുതൽ പവർഫുൾ, എൻ്റെ കയ്യിൽ പണമുണ്ട്. അപ്പോഴാണ് അവരുടെ രാജാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടി രഥത്തിൽ എഴുന്നള്ളി പോകുന്നത്. എത്ര പരിചാരകരാണ്! എല്ലാവരും പഞ്ചപുച്ഛമടക്കി രാജാവിന് മുന്നിൽ നടന്നു നീങ്ങുന്നു. ഓ, ഏറ്റവും അധികാരമുള്ള ആൾ ധനികനല്ല, രാജാവാണ്. ദൈവമേ, എനിക്ക് രാജാവാകണം. ദൈവം അയാളെ അനുഗ്രഹിച്ചു. അയാൾ രാജാവായി. എന്ത് അധികാരമാണ്, എന്ത് പ്രൗഢിയാണ്, എനിക്ക് എത്ര സേവകരാണ്. അയാൾ രാജാവായിട്ട് കുറച്ച് അഹങ്കരിച്ച് തന്നെ ജീവിച്ചു. പെട്ടെന്നാണ് ഗ്രാമത്തിലെ കൃഷിയെല്ലാം നശിച്ചു. എന്താന്ന് വെച്ചാൽ വരൾച്ച, കൊടും വരൾച്ച. രാജാവ് നോക്കിയപ്പോൾ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ. ഓ, ഈ സൂര്യൻ എത്ര ശക്തിയാണ്, രാജാവിനേക്കാൾ ശക്തിയാണ് സൂര്യന്. ദൈവമേ, എനിക്ക് സൂര്യനായാൽ മതി. ദൈവം അതും സാധിച്ചു കൊടുത്തു. അയാൾ ലോകം മുഴുവൻ പ്രകാശം പരത്തിക്കൊണ്ട് അങ്ങനെ തികച്ചും അഹങ്കാരത്തോടെ സൂര്യനായി വാഴ്ന്നു പോവുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു കാർമേഘം വന്ന് സൂര്യനെ മൂടുന്നത്. കാർമേഘം, സൂര്യൻ എത്ര ശ്രമിച്ചിട്ടും കാർമേഘത്തിനെ ഒഴിച്ചുവിടാൻ സാധിക്കുന്നില്ല. എന്നേക്കാൾ ശക്തി കാർമേഘത്തിനോ? ദൈവമേ, എന്നേക്കാൾ ശക്തിമാൻ കാർമേഘമാണ്, എനിക്ക് കാർമേഘമായാൽ മതി. ദൈവം അയാളെ കാർമേഘമാക്കി. പെട്ടെന്നാണ് ഒരു കാറ്റ് വന്ന് കാർമേഘത്തിനെ ഛിന്ന ഭിന്നമാക്കിയത്. എന്നേക്കാൾ ശക്തി കാറ്റിനോ? ദൈവമേ, എനിക്ക് കാറ്റായാൽ മതി. ദൈവം അയാളെ കാറ്റാക്കി. അതിശക്തമാനാണ് ഞാനിപ്പോൾ, കാറ്റിനപ്പുറം മറ്റൊന്നുമില്ല. അയാൾ തികച്ചും പ്രൗഢിയോടെ അഹങ്കാരത്തോടെ ഏറ്റവും ശക്തിമാൻ എന്ന രീതിയിൽ ജീവിച്ചു. പെട്ടെന്ന് അയാൾ ഒരു മലയിൽ പോയി കാറ്റടിക്കുകയാണ്. കാറ്റ് ഛിന്ന ഭിന്നമാകുകയാണ്. മലയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. എന്ത്, കാറ്റിനേക്കാൾ ശക്തിമാൻ മലയോ? അയാൾ അതിശയിച്ചു. പെട്ടെന്ന് അയാൾ ദൈവത്തിനോട് പറഞ്ഞു, എനിക്ക് കാറ്റ് വേണ്ട, മറിച്ച് മലയായാൽ മതി. ശരി, നീ ഒരു ശക്തിമാനായ മലയാകട്ടെ. അയാൾ നോക്കിയപ്പോൾ സൂര്യനും കാർമേഘവും കാറ്റും എല്ലാം എത്രയോ തുച്ഛം. മലയാണ് ശക്തിമാൻ. മലയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് ഒരു ദിവസം അയാൾക്ക് എന്തോ ഒരു വേദന അനുഭവപ്പെടുകയും ആരോ എന്തോ ശബ്ദമുണ്ടാക്കുന്ന പോലെ തോന്നുകയും ചെയ്തത്. അയാൾ നോക്കിയപ്പോൾ ഒരു കല്ലുവെട്ടുകാരൻ മലയുടെ ചുവട്ടിലിരുന്ന് കല്ല് വെട്ടി അദ്ദേഹത്തിൻ്റെ കുട്ടയിൽ അത് ശേഖരിക്കുകയാണ്. എന്ത്, മലയെക്കാട്ടി ശക്തിമാൻ ഒരു സാധാരണ മനുഷ്യനോ? അതെ, അയാളുടെ കൈകൾക്ക് ശക്തിയുണ്ട്. അയാൾ മലയെയാണ് കീഴടക്കാൻ ശ്രമിക്കുന്നത്. ദൈവമേ, എനിക്ക് കല്ലുവെട്ടുകാരനായാൽ മതി. ഇതുപോലെയാണ് പ്രപഞ്ചം നമുക്ക് ഓരോരുത്തർക്കും ഓരോ വേഷം തന്നിട്ടുണ്ട്. അത് അഭിനയിക്കുക എന്നല്ലാതെ മറ്റൊരാളുടെ വേഷവും നമുക്ക് ചേരില്ല തന്നെ. നമുക്ക് സമാധാനവും സംതൃപ്തിയും ലഭിക്കണമെങ്കിൽ നമ്മുടെ വേഷം മനോഹരമായി ബുദ്ധിയോടെ യുക്തിയോടെ അഭിനയിക്കുക എന്നത് മാത്രമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി അറിയിക്കുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഭഗവത്ഗീത ബിയോണ്ട് റിലിജിയൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതെനിക്ക് വലിയ ഒരു സപ്പോർട്ടായിരിക്കും. നന്ദി, സ്നേഹം.